വീട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കാണുന്നത് കനകയും മധുവും അടുക്കളയിൽ ജോലി ചെയ്യുന്നതാണ്. ഫുഡൊക്കെ ഒരു എടുക്കുമായിരുന്നു. അവരുടെ കുടുംബക്കാരായ ഒരാളും അതിൻ്റെ ഒരു വൈഫുണ്ട്. അവരെല്ലാവരും കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനി ഈ വാതിലിൻ്റെ അവിടെ വന്നിട്ട് നന്ദുവിനെ ഷൂ ആക്കിയിട്ട് അപ്പോഴത്തേന് കനക അത് കേൾക്കും. അങ്ങനെ കേട്ടിട്ട് പുറത്ത് പോയി വെക്കും. ആരാ ഷൂ ആക്കിയത്? നമ്മളൊക്കെ കേട്ടതല്ലേ, ആരാണ്? അപ്പം നന്ദു അനിയെ കണ്ടിട്ടുണ്ടാവും. അപ്പം നന്ദു ഒക്കെ പേടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് നന്ദുവിനോട് കനക ചോദിക്കുന്ന ആരും ഷൂ കേട്ടില്ല. അപ്പോൾ തന്നെ നന്ദു പറയുന്നുണ്ട്, അതെന്തോ കാറ്റ് നീര് വീശിയതല്ലേ, അങ്ങനെ എന്തെങ്കിലും ആവും എന്ന് പറയുന്നു. അല്ലല്ലോ, ഞങ്ങളത് കേട്ടതാണല്ലോ പറയുന്നു. വീണ്ടും അനി അവിടെ നിന്ന് ഇത് നോക്കുന്നുണ്ട്. നന്ദു അനി അത് മൈൻഡ് ചെയ്യണേയില്ല. അതിനുശേഷം അനി കുറച്ച് അവിടെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടേക്ക് അനാമിക കയറി വരും. അനാമികയല്ല, അവന്തിക അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അനി പറയുന്നു, എനിക്കൊരു ഓഫീസിൽ നിന്ന് ഒരു കോളുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചു പോയി. അപ്പോൾ അവന്തിക ചോദിക്കുന്നു, കോള് ചെയ്യുന്നൊന്നും കണ്ടില്ലല്ലോ, അനി ജ്യൂസ് കുടിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, ഇല്ല ജ്യൂസ് കുടിച്ചിട്ടില്ല. അപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ തരാം നിൽക്കുക. അനിയാണെങ്കിൽ അല്ല, എനിക്ക് വേണ്ട, എനിക്ക് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തതെന്ന് പറയുന്നത്. അവന്തിക പറയുന്നു, ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കാതെ അങ്ങോട്ടേക്ക് പോരെ എന്ന് പറയുന്നു. ഉള്ളവിടുന്ന് അവന്തിക പിന്നെ ഇവിടെ നിന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. നവീനെ വരുമോ, നവീനെ ആദർശത്തിനുള്ള സൗഹൃദം വെച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, അവർ വരുമോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനി പറയുന്നു, അവന് വരുമെന്നുണ്ടെങ്കിൽ എന്നോട് പറയേണ്ടതാണ്, നീ അവനെ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ അവൻ്റെ മനസ്സിലുള്ള തുറന്ന് പറഞ്ഞതാണ്. അവൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് വേണ്ടിയിട്ട് അവനക്ക് താല്പര്യം ഉണ്ടാവുക. നീ അതിന് വെറുപ്പൊന്നും വേണ്ട. അവന്തിക പറയുന്നത്, എനിക്ക് അവനോട് വെറുപ്പൊന്നുമില്ല എന്ന് പറയുന്നു. അവന്തിക പറയുന്നു, എനിക്ക് അതിലും നല്ലൊരു ബന്ധം കിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആദർശം ദേവയാനി അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, മുൻകാല ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും ജോലിക്ക് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോട്ടീസിലൂടെ പുറത്താക്കിയ അബിയെ അവരത് മാനേജർ ഏറ്റെടുത്തുന്നു. അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ആദർശിനൊരു കോള് വന്നത്. മാളവികയായിരുന്നത് എന്ന് സംസാരിക്കുന്നുണ്ട് ഒരു ഫോണിൽ. അതിനുശേഷം ജയൻ പറയുന്നുണ്ട്, ആദർശ് കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. അന്ന് മുംബൈക്ക് പോയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞതാ പിന്നാലെ ശത്രു ഉണ്ടെന്ന്. എന്നിട്ട് അവനത് ഉപയോഗിച്ചില്ല. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് ന്യായം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം മുത്തശ്ശിനെ കോൾ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്തിക അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അനി പറയുന്നു, എനിക്കൊരു ഓഫീസിൽ നിന്ന് ഒരു കോളുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചു പോയി. അപ്പോൾ അവന്തിക ചോദിക്കുന്നു, കോള് ചെയ്യുന്നൊന്നും കണ്ടില്ലല്ലോ, അനി ജ്യൂസ് കുടിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, ഇല്ല ജ്യൂസ് കുടിച്ചിട്ടില്ല. അപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ തരാം നിൽക്കുക. അനിയാണെങ്കിൽ അല്ല, എനിക്ക് വേണ്ട, എനിക്ക് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തതെന്ന് പറയുന്നത്. അവന്തിക പറയുന്നു, ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കാതെ അങ്ങോട്ടേക്ക് പോരെ എന്ന് പറയുന്നു. ഉള്ളവിടുന്ന് അവന്തിക പിന്നെ ഇവിടെ നിന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. നവീനെ വരുമോ, നവീനെ ആദർശത്തിനുള്ള സൗഹൃദം വെച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, അവർ വരുമോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനി പറയുന്നു, അവന് വരുമെന്നുണ്ടെങ്കിൽ എന്നോട് പറയേണ്ടതാണ്, നീ അവനെ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ അവൻ്റെ മനസ്സിലുള്ള തുറന്ന് പറഞ്ഞതാണ്. അവൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവുക. നീ അതിന് വെറുപ്പൊന്നും വേണ്ട. അവന്തിക പറയുന്നത്, എനിക്ക് അവനോട് വെറുപ്പൊന്നുമില്ല എന്ന് പറയുന്നു. അവന്തിക പറയുന്നു, എനിക്ക് അതിലും നല്ലൊരു ബന്ധം കിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആദർശം ദേവയാനി അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, മുൻകാല ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും ജോലിക്ക് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോട്ടീസിലൂടെ പുറത്താക്കിയ അബിയെ അവരത് മാനേജർ ഏറ്റെടുത്തുന്നു. അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ആദർശിനൊരു കോള് വന്നത്. മാളവികയായിരുന്നത് എന്ന് സംസാരിക്കുന്നുണ്ട് ഒരു ഫോണിൽ. അതിനുശേഷം ജയൻ പറയുന്നുണ്ട്, ആദർശ് കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. അന്ന് മുംബൈക്ക് പോയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞതാ പിന്നാലെ ശത്രു ഉണ്ടെന്ന്. എന്നിട്ട് അവനത് ഉപയോഗിച്ചില്ല. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് ന്യായം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം മുത്തശ്ശിനെ കോൾ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക കയറി വരുന്നുണ്ട്. മുത്തശ്ശി ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മുത്തശ്ശി പറയേണ്ടത് എൻ്റെ കൊച്ചുമക്കളൊക്കെയാണ്, അവർക്ക് പരിപാടിയെ കുറിച്ച് അവരൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിപാടി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നത്, എന്താ അവർ വിളിക്കാതിരുന്ന, അവർ വിളിച്ചാൽ മതിയായിരുന്നു, ഇപ്രാവശ്യം വിളിച്ചുകൂടെയെന്നോ എന്നൊക്കെ പറയുന്നു. പിന്നെ അവർ ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറയുന്നു മുത്തശ്ശിയോട്. കനക ചോദിക്കുന്നുണ്ട്, മോദി സാറിന് വേണ്ടി ഞാൻ ഭക്ഷണങ്ങളൊക്കെ പൊതിഞ്ഞ് തരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, വേണ്ട, അതൊന്നും കഴിക്കത്തില്ല മുത്തശ്ശന്, അത് വേണ്ടെന്നൊക്കെ പറയാണ്ട് പോകുന്നു. എന്നിട്ട് അനി നന്ദുവിൻ്റെ അടുത്തേക്ക് പറയുന്നു. എന്നിട്ട് ഫോണ് നോക്കാൻ പറയുന്നു. എന്നിട്ട് അനി ഒരു വോയിസ് മെസ്സേജ് അതിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോയിസ് മെസ്സേജ് കേൾക്കുന്നു. നീ പറഞ്ഞ ഡ്രസ്സ് ഇടായിരുന്നതാണ്. അപ്പോഴാണ് അവന്തിക്ക് എനിക്കൊരു ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അവൾ നിർബന്ധിച്ചപ്പോൾ ഇടാതെ പറ്റില്ല. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് കുറേ വിളിച്ചതാണ്, നീ എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചത് എന്നൊക്കെ പറയുന്നു. അനി പറയുന്നുണ്ട്, നീ എന്തിനാ മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, മുഖം വീർപ്പിച്ചാണ് ഞാൻ മൊത്തം കുളം നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു അനിയും കൂടി പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് കനക കയറി വരുന്നു. അപ്പോൾ നന്ദുവിനോട് ചോദിക്കുമ്പോൾ, ആരാ അവിടെ കണ്ടല്ലോ ചോദിച്ചു. അപ്പോൾ നന്ദു പറഞ്ഞു, അതൊരു പൂച്ചയാണ്. പൂച്ച അവിടെ ഒത്താണ് പൂച്ച എന്ന് വെച്ചു. ഒരു ഉണ്ടൻ പൂച്ചയാണ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ജയനും ദേവയാനിയും അവൾ അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്, നല്ല ടെൻഷനിലാണെന്ന് പറയുന്നു. അപ്പോൾ ആദർശ് കയറി വരുന്നുണ്ട്. ആദർശിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആദർശ് പറയുന്നു, ഇതിൻ്റെ എല്ലാം കണ്ടുപിടിക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് അച്ഛൻ്റെ മുന്നിലേക്ക് പോകാൻ, മുത്തശ്ശൻ്റെ മുന്നിലേക്ക് പോകാൻ. ഇനിയുള്ള എല്ലാ പ്രോഗ്രാമിലും മുത്തശ്ശൻ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അയച്ച ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് റൂമിലിരിക്കുക. അപ്പോൾ നവ്യ കയറി വരുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശി ഫുഡ് കഴിക്കാൻ വരുമെന്നൊക്കെ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നു, ഇല്ല, എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയാം മുത്തശ്ശി. അപ്പോൾ നവ്യ വിളിക്കുന്നുണ്ട്, മുത്തശ്ശിന് ഫുഡ് കഴിക്കാൻ വരും, അവരൊക്കെ പരിപാടിക്ക് പോയതുകൊണ്ട് മുത്തശ്ശിന് ഇങ്ങനെ ഇരിക്കണ്ട, വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്നെ മോതിര ജ്വല്ലറിയിൽ മോഡലാക്കി കൂടായിരുന്നു, ജ്വല്ലറി കൊള്ളുന്നത് ഞാൻ എന്താണ്, ഞാൻ മോഡലായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ ആക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നത്. എനിക്ക് പണ്ട് അഭിനയത്തിലൊക്കെ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതിൻ്റെയൊക്കെ തീരുമാനിക്കുന്ന ആദർശം അനിയൊക്കെ ആയിരുന്നു, അതിലൊന്നും ഞാൻ ഇങ്ങനെ ഇടപെടാറൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ നവ്യ പറയുന്നുണ്ട്, കനകയെ പറ്റിയൊക്കെ ചോദിക്കുന്നു, അവളുടെ അമ്മയെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അവളുടെ അമ്മയും കനക അവരെല്ലാവരും കൂടി ഇവള് സ്നേഹിക്കാത്തതിൻ്റെ കാരണമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ നല്ല സംസ്കാരമുള്ള സംസ്കാരം നല്ല പോലെയാണ് നിങ്ങളൊക്കെ എല്ലാവരും വളർത്തിയിരിക്കുന്നത്. ആദ്യമൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പണത്തോട് ആർത്തിയുണ്ടെങ്കിലും ഇപ്പോൾ മക്കളെയും മരുമക്കളെയൊക്കെ സ്നേഹിക്കുന്ന നല്ലൊരു അമ്മയാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്.